السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا علم من آياتنا شيئا اتخذها هزوا أولئك لهم عذاب مهين. صدق الله مولانا العظيم. كان رسول الله صلى الله عليه وسلم أكرم الخلق وأتقاهم وأكثرهم بشرا وتبسما. الحمد لله حمدا دائما أبدا والحمد لله ثم الحمد لله. الحمد لله رب العالمين على ما كان يلهمني. الحمد لله. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധ റമളാൻ മാസം സമാഗതമാവുകയാണ്. പുണ്യമേറിയ അതിൻ്റെ ദിനരാത്രികളെ കാത്തിരിക്കുകയാണ് ഓരോ സത്യവിശ്വാസിയും. അത് വന്നെത്തുന്നതിൻ്റെ മുമ്പ് ശാരീരികമായും മാനസികമായും ഒരുക്കം നടത്തേണ്ടതായിട്ടുണ്ട്. രണ്ട് വിധത്തിലും ഒരുങ്ങാനുണ്ട്. ശാരീരികമായ ഒരുക്കത്തിലാണ് നമ്മിൽ പലരും. വീടുകളും പള്ളികളും പരിസരങ്ങളുമൊക്കെ ക്ലീനിങ്ങായിട്ടും നോമ്പ് തുറയ്ക്കും അത്താഴത്തിനും വേണ്ട വിഭവങ്ങളെല്ലാം സമാഹരിക്കലായിട്ടും ശാരീരികമായ ഒരുക്കങ്ങളിൽ ഏർപ്പെടുന്നവരാണ് നമ്മിൽ പലരും. അതിനേക്കാൾ അതിപ്രധാനമായ മറ്റൊരു മുന്നൊരുക്കമാണ് റമളാനിന് വേണ്ടിയിട്ടുള്ള മാനസിക മുന്നൊരുക്കം. മാനസികമായ മുന്നൊരുക്കം എങ്ങനെയാണ്? 3 വിധത്തിലാണ്. റമളാനിൻ്റെ കാര്യത്തിലുള്ള പ്രതീക്ഷയും ആഗ്രഹവും. അല്ലാഹുവേ, ആ ചാൻസ് ഞങ്ങൾക്ക് കിട്ടണം, അത് കിട്ടും എന്ന പ്രതീക്ഷയും അത് ലഭ്യമാകാൻ വേണ്ടിയിട്ടുള്ള ഈമാനികമായ ആഗ്രഹവും അത് ഓരോ വിശ്വാസിക്കും ഉണ്ടാകണം. രണ്ടാമതായിട്ട് പ്രാർത്ഥനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ദുആ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ. ഉസ്താദ് മിഹ്റാബിലിരുന്ന് ഈ ദുആ ചൊല്ലുമ്പോൾ ആമീൻ പറഞ്ഞാൽ മാത്രം പോരാ, ഓരോ സത്യവിശ്വാസിയും ഈ ദുആ ഈ സന്ദർഭങ്ങളിലൊക്കെ നിത്യമാക്കണം, പതിവാക്കണം. അല്ലാഹുവേ, റമളാനിൻ്റെ മുമ്പുള്ള മാസങ്ങളിലൊക്കെ അനുഗ്രഹിച്ചുകൊണ്ട് ആ വിശുദ്ധ മാസം റമളാൻ ആഗതമാകുന്നത് വരെ ഞങ്ങൾക്ക് ആയുസ് തന്ന് ആരോഗ്യം തന്ന് ഞങ്ങളെ അതിലേക്ക് ചെന്നെത്തിക്കണമേ തമ്പുരാനെ എന്ന ദുആ. മൂന്നാമതായി, ആ വിശുദ്ധ മാസം പുൽകാൻ വേണ്ടി മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തി വിമലീകരിച്ച് നിർമ്മലമായ മനസ്സോടെ കാത്തിരിക്കുക. ബിരിയാണി വിളമ്പുന്നതിൻ്റെ മുമ്പ് പ്ലേറ്റ് കഴുകലാ പതിവ്. അതിഥികൾക്ക് വിഭവസമൃദ്ധമായ ആഹാരം ടേബിളിൽ ഒരുക്കി വയ്ക്കുന്നതിൻ്റെ മുമ്പ് ആ ഇരിക്കുന്ന സ്ഥലവും ടേബിളൊക്കെ ഒന്ന് മെനയാക്കലാണ് ആദ്യം ചെയ്യുക, എന്നിട്ടാണ് അവിടെ വിളമ്പുക. ഈ ഒരു പണി അല്ലാഹു അവൻ്റെ സത്യവിശ്വാസികൾക്ക് വേണ്ടി ഒരുക്കിയ സൽക്കാരം
വിഭവസമൃദ്ധമായ ആത്മീയമായ സൽക്കാരം. ആ സൽക്കാരം സ്വീകരിക്കുന്നതിൻ്റെ മുമ്പ് ആ സൽക്കാരം ഉണ്ണാൻ വേണ്ട ഒരു വൃത്തി, ഒരു മെന നമ്മുടെ ഹൃദയങ്ങളിൽ നാം ഉണ്ടാക്കി വെടുപ്പോടുകൂടെ കാത്തിരിക്കുക. ഒരു നിർമ്മലമായ മനസ്സോടെ റമളാനിനെ പുൽകാൻ, വരവേൽക്കാൻ കാത്തിരിക്കുക. ഈ 3 വിധത്തിലുള്ള മാനസികമായ മുന്നൊരുക്കവും നമുക്ക് വേണം. എന്നും നമ്മൾ പറയുന്ന വിഷയം അതന്നെയാണ്. ഇപ്പം നമ്മൾ നാളിതുവരെ കുറേ ആഴ്ചയായിട്ട് പറഞ്ഞു വന്ന വിഷയം അഹങ്കാരത്തെക്കുറിച്ചാണ്. മനസ്സിലെ വലിയ ഒരു മാലിന്യമാണ് അഹങ്കാരം. അതൊരാളുടെ മനസ്സിലുണ്ടെങ്കിൽ, എന്നിലുണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സിൽ കുടികൊള്ളുന്നുണ്ടെങ്കിൽ, ആരുടെ മനസ്സിൽ ഈഗോയുണ്ടോ, അഹങ്കാരമുണ്ടോ, ഗർവുണ്ടോ, അവരുടെ മുമ്പാകെ ഖുർആൻ ആയത്ത് ഓതി വഅദ് പറഞ്ഞാലും, സ്വഹീഹായ ഹദീസ് ഉദ്ധരിച്ച് ഉത്ബോധനം നടത്തിയാലും, പുണ്യമാസത്തെക്കുറിച്ച് സംസാരിച്ചാലും, പുണ്യമാസത്തിലെ സൽക്കർമ്മങ്ങളുടെ നന്മ നേട്ടങ്ങളെക്കുറിച്ച് സംസാരിച്ചാലും അതൊന്നും തലേ കയറൂല, ഇങ്ങോട്ട് കയറൂല. എന്താ കാരണം? വലിയ മതിൽ കെട്ടായിട്ട് ഈഗോ അവിടെ നിലനിൽക്കുന്നുണ്ടാവും. അഹങ്കാരികളായ ആളുകളുടെ മുമ്പാകെ അള്ളാഹുവിൻ്റെ വചനങ്ങൾ പറഞ്ഞ് ഉപദേശിച്ചാലും, വിശുദ്ധ ദീനിന്റെ നിർദ്ദേശങ്ങൾ അവരോട് പറഞ്ഞാലും അവരുടെ പ്രതികരണം എങ്ങനെയായിരിക്കുമെന്ന് അള്ളാഹു ഖുർആനിലൂടെ പറയുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. കിബിറന്മാരോട് ഖുർആനായത്ത് പറഞ്ഞാൽ, അള്ളാന്റെ ദീന് പറഞ്ഞാൽ, റമളാന് പറഞ്ഞാൽ, പുണ്യങ്ങളെ കുറിച്ച് പറഞ്ഞാൽ കിബിറന്മാർ എങ്ങനെ പ്രതികരിക്കും? സൂറത്തു ജാസിയ 7, 8, 9 ആയത്തുകൾ. വൈലുല്ലി കുല്ലി അഫാകിൻ അസീം യസ്മഉ ആയാതില്ലാഹി തുത്ലാ അലൈഹി സുമ്മ യുസിറു മുസ്തക്ബിറൻ കഅല്ലം യസ്മഅഹാ ഫബശ്ശിർഹു ബിഅദാബിൻ അലീം വഇദാ അലിമ മിൻ ആയാതിനാ ശൈആ ഇത്തഖദഹാ ഹുസുവാ ഉലൈക ലഹും അദാബും മുഹീൻ. എന്താണ് അല്ലാഹ് പറഞ്ഞത്? വൈലുൽ ലികുല്ലി അഫാകിൻ നസീം. വ്യാജ വാർത്തകൾ മെനഞ്ഞുണ്ടാക്കി പ്രചരിപ്പിക്കുന്ന സർവ കുറ്റവാളികൾക്കും കനത്ത നാശമുണ്ട്. ഇല്ലാ കഥകൾ അടിച്ച് പ്രചരിപ്പിക്കുന്ന, പച്ചക്കള്ളം മറ്റുള്ളവരെ കുറിച്ച് പബ്ലിഷ് ചെയ്ത് നടക്കുന്ന ആളുകൾ, കുറ്റവാളികളായ ആളുകൾ, അവർക്ക് വമ്പിച്ച നാശമുണ്ട്. വ്യക്തികളെക്കുറിച്ച്, കുടുംബങ്ങളെക്കുറിച്ച്, സംഘടനകളെക്കുറിച്ച്, രാഷ്ട്രീയ പാർട്ടികളെക്കുറിച്ച് ഇല്ലാ കഥകൾ മെനഞ്ഞുണ്ടാക്കി പ്രചരിപ്പിക്കുക. നമ്മുടെ ഇക്കാലത്തെ ഏറെക്കുറെ വാർത്താ മാധ്യമങ്ങളുടെയും ഏർപ്പാടതാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ? രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ വായിലാ കമ്പും കൊണ്ട് കുത്തിയിട്ട് പറയിപ്പിക്കുന്ന കണ്ടിട്ടില്ലേ? എന്നിട്ട് അവർ പറയണ ഏതെങ്കിലും ഒരു സൈഡ് അവർക്ക് അടർത്തി മാറ്റിയിട്ട് അടിച്ച് നുണ പ്രചരിപ്പിക്കാൻ കിട്ടിയ ചാൻസ് ഒക്കെ ഈ ജേർണലിസ്റ്റുകൾ എന്ന് പറയുന്ന ജീർണിച്ച മനുഷ്യന്മാർ ചെയ്യും. അവരങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല, ആ ഒരു അർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടാവില്ല. റീച്ചിന് വേണ്ടി, കവറേജിന് വേണ്ടി നുണ പടച്ചുണ്ടാക്കി വിടുക. നമ്മളൊക്കെ പൊട്ടന്മാരാവും. എത്ര ദിവസമായി ഇറാനിൽ ഇപ്പാട് ബോംബ് വീഴുകയാണ്, നമ്മൾ വായിച്ചു നോക്കി എന്നിപ്പ പൊട്ടിയിട്ടുണ്ടാവും എന്ന് ഇങ്ങോട്ട് തോന്നും. എവിടെ ഒരു ചുക്ക് നടന്നിട്ടുണ്ടാവില്ല. അത് കണ്ടിട്ട് ഇതേമാതിരി ഇതിപ്പോ ഔദ്യോഗിക ചാനലുകളും മാധ്യമങ്ങളും മാത്രമല്ല, വ്യക്തികൾ ഫേസ്ബുക്കിലും വാട്സാപ്പിലും യൂട്യൂബിലും മറ്റുള്ളവരെ കുറിച്ച് കള്ളത്തരങ്ങൾ അടിച്ചു പ്രചരിപ്പിക്കുക. അങ്ങനത്തെ കൊടും കുറ്റവാളികൾക്ക് വയിലുണ്ട്, കടുത്ത നാശമുണ്ട്, കൊടിയ നാശമുണ്ട്. അല്ലെങ്കിൽ നരകത്തിലെ വയിലെന്ന തെരുവുണ്ട്.
അള്ളാഹുവാണ് പറയുന്നത്. നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ടും കൂടി ഉണ്ടാവില്ല. അതങ്ങനെ ഇപ്പം എൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ എനിക്ക് വേദനിച്ചുകൊണ്ടൊന്നല്ല. മുമ്പ് ഞാൻ രോഗിയായിട്ടൊന്ന് വീണല്ലോ. നിങ്ങളൊക്കെ ദുആ ബറക്കത്തുകൊണ്ട് ഞാൻ എണീറ്റ് വന്നതാ. എൻ്റെ മക്കളെപ്പം തന്നെ യതീമാക്കണ്ടെന്ന് അള്ളാഹ് തീരുമാനിച്ച് എണീറ്റ് വന്നതാ. അങ്ങനെ ഞാൻ ആശുപത്രി കിടക്കയിൽ കിടന്നപ്പോൾ ഇവിടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്നൊരു വാർത്ത ഞാൻ എണീറ്റ് വന്നിട്ട് ഒരാൾ എനിക്ക് കാണിച്ചു തന്നു. കാണിച്ചു തരാൻ പാടില്ലാത്തതാണ്. എന്താ അറിയോ, ഇയാൾ കൂടോത്രം ചെയ്ത് ഈ കൂടോത്രം തിരിച്ചടിച്ചേക്കുന്നതാണ്. പടച്ചോനെ, എനിക്ക് ആ പണി തന്നെ അറിയില്ല. വല്ലാഹി എനിക്ക് ആ പണി അറിയണ്ടേ. ഇയാള് കൂടോത്രം ചെയ്ത് ഇപ്പൊ തിരിച്ചടിച്ചിട്ട് കിട്ടിയ അസുഖമാണ്. ഇവിടെ ഒരാൾ എഴുതിയതാണ്. എനിക്കൊരു കുഴപ്പമില്ല കേട്ടോ, ഞാൻ പൊരുത്തപ്പെട്ടു. പക്ഷേ അയാൾക്ക് അള്ളാന്റെ മുന്നിൽ രക്ഷപ്പെടണമെങ്കിൽ സ്പെഷ്യലായിട്ട് തൗബ ചെയ്യേണ്ടി വരും. വ്യാജ വാർത്തകൾ പടച്ചുണ്ടാക്കി പ്രചരിപ്പിക്കുന്ന കൊടും കുറ്റവാളികൾക്ക് വൈലുണ്ട്, നാശമുണ്ട് അള്ളാഹു പറയാം. തുടർന്ന് യസ്മഉ ആയാത്തില്ലാഹി തുത്ലാ അലൈഹി സുമ്മ യുസിറു മുസ്തക്ബിറൻ കഅല്ലം യസ്മഅഹാ. അഹങ്കാരികളുടെ ഒരു സ്വഭാവമാണ് ഈ പറയുന്നത്. ഇനി പറയുന്നത്, അള്ളാഹുവിൻ്റെ വചനങ്ങൾ അവരുടെ മുമ്പാകെ ഓതപ്പെട്ടാൽ തുത്ലാ അലൈഹി, അള്ളാഹുവിൻ്റെ ഖുർആനിലെ സൂക്തങ്ങൾ, ആയത്തുകൾ അവരുടെ മുമ്പാകെ ഉദ്ധരിച്ചാൽ, ഓതപ്പെട്ടാൽ അവരത് കേൾക്കും. യസ്മഉ ആയാത്തില്ല, അവരത് കേൾക്കും. സുമ്മ യുസിറു മുസ്തക്ബിറൻ കഅല്ലം യസ്മഅഹാ, കേട്ടിട്ടും കേൾക്കാത്ത വിധത്തിൽ അഹങ്കാരം നടിച്ചുകൊണ്ട് തള്ളിക്കളയും അള്ളാഹുവിൻ്റെ ആ വചനങ്ങളെ. ആ അഹങ്കാരത്തിൽ ഉറച്ചു നിൽക്കും. കേട്ടിട്ടും കേൾക്കാത്ത പോലെ ആ ധിക്കാര മനോഭാവത്തിൽ ഉറച്ചു നിൽക്കും. ഖുർആനിൽ അങ്ങനെ പലതും ഉണ്ടാവും, ഹദീസിൽ അങ്ങനെ പലതും ഉണ്ടാവും. മുസ്ലിയാർ അങ്ങനെ പറഞ്ഞോട്ടെ, നമ്മളിപ്പോ ഈ നിൽക്കുന്നിടത്ത് നിൽക്കും. ഈ ഒരു മൈൻഡ്. ഫബശ്ശിർഹു ബിഅദാബിൻ അലീം, ഇങ്ങനത്തെ ധിക്കാരികൾക്ക് വേദനാജനകമായ ശിക്ഷയുണ്ടെന്ന വാർത്ത അറിയിച്ചു കൊടുക്കൂ നബിയേ. തുടർന്ന് 9-ാമത്തെ ആയത്ത്, വഇദാ അലിമ മിൻ ആയാതിനാ ശൈആ, ആയത്ത് ഓതിയാ കേൾക്കും, എന്നിട്ട് കേൾക്കാത്ത പോലെ ഇങ്ങനെ അഹങ്കരിച്ചു നിൽക്കും. ഇനി കേൾക്ക മാത്രല്ല, ഉള്ളിലേക്ക് ഇറങ്ങിയ ആയത്ത്, അള്ളാന്റെ ഒരു വാക്യം കേൾക്ക മാത്രല്ല, വഇദാ അലിമ, അതൊരു ഇൽമായി, അറിവായി ഉള്ളിലേക്ക് ഇറങ്ങി. അങ്ങനെ ഇറങ്ങിയപ്പോ ഇത്തഖദഹാ ഹുസുവ, അതിനെ പുച്ഛിച്ച് തള്ളുക. അതെങ്ങനെ പുച്ഛിച്ച് തള്ളുക? ഇപ്പൊ ഞാൻ തന്നെ ഇവിടെ ഈ ആത്മസംസ്കരണം, അതാണിപ്പോ നോമ്പ് എന്ന് പറഞ്ഞാല്. ആത്മസംസ്കരണമാണ് ഹജ്ജ്, ആത്മസംസ്കരണമാണ് സക്കാത്ത്. സക്കാത്തിന്റെ പേരെന്നെ എന്താണ്? ശുദ്ധീകരണം എന്നാണ്. സ്വത്തിനെയും മനസ്സിനെയും ശുദ്ധീകരിക്കുന്ന ഒരു ട്രെയിനിങ് ആണത്. ഇത് പറയുമ്പോൾ പലരെയും ചോദ്യം, മുസ്ലിയാരെ AI കുറിച്ച്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് പറഞ്ഞൂടെ? അല്ലെങ്കിൽ പശ്ചിമേഷ്യയിൽ ഉരുണ്ടുകൂടിയ ആ യുദ്ധഭീതിയെ കുറിച്ച് പറഞ്ഞൂടെ? ഒന്നുമില്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും തമ്മിലുണ്ടായ ഐക്യവും പിണക്കവും അതെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? ഈ 14 നൂറ്റാണ്ട് മുമ്പുള്ള പഴങ്കഥ, ആത്മസംസ്കരണത്തിന്റെ 6-ാം നൂറ്റാണ്ടിലെ സംസ്കാരം, ഇതൊക്കെ എന്താ? ഉലൈക ലഹും അദാബും മുഹീൻ. ഇങ്ങനത്തെ ചിന്താഗതിയുള്ള ആളുകൾക്ക് നിന്ദ്യമായ ശിക്ഷ വരാനുണ്ട്. മിൻ വറാഇഹിം ജഹന്നം. അടുത്ത ആയത്തില് അവരെ തൊട്ട് പിന്നിൽ തന്നെ കത്തിയെരിയുന്ന നരകമുണ്ട്. ഇത് കിബറന്മാരെ, അഹങ്കാരികളുടെ ഒരു സ്വഭാവമാണ്. കാര്യം പറഞ്ഞ് അംഗീകരിക്കൂല. അകത്തേക്ക് വേണ്ട മെസ്സേജ് കൊടുത്താൽ അത് അംഗീകരിക്കൂല. പുകഴ്ത്തിയ ഇഷ്ടമാണ്, പൊക്കി വിട്ടാൽ ജാക്കി വെച്ച് പൊക്കിയ വല്ലാത്ത ഇഷ്ടമാണ്. നിങ്ങൾ ആചാര്യ ഒരു സംഭവമാണെന്ന് പറഞ്ഞാൽ 500 തെരഞ്ഞെടുത്ത് 5000 എടുത്ത് പിരിവാണ് തരും. ഇങ്ങനെ ജാക്കി വെച്ച് വല്ല ഇഷ്ടം. അകത്തേക്ക് ഇഖ്ലാസിന്റെ വാർത്ത പറഞ്ഞാൽ, ഖബറിൽ ഉപകരിക്കുന്ന, മഹ്ശറയിൽ ഗുണം ചെയ്യുന്ന സ്വർഗത്തിലേക്കുള്ള റൂട്ട് പറഞ്ഞാൽ
ഇത്തഖദഹാ ഹുസുവ, അതിനെ പുച്ഛിച്ച് തള്ളും. ഉലൈക ലഹും അദാബും മുഹീൻ, അവർക്ക് നിന്ദ്യതയേറിയ ശിക്ഷയുണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ സൽക്കർമ്മങ്ങൾ നാം അനുഷ്ഠിക്കുക വഴി, ആരാധനാനുഷ്ഠാനങ്ങളിൽ കൃത്യത വരുത്തുക വഴി, സാധ്യമാകുന്ന നന്മകളിൽ ഏർപ്പെടുമ്പോഴൊക്കെ നാം കൂടുതൽ കൂടുതൽ വിനയമുള്ളവരായി മാറണം. അല്ലാഹുവിന്റെ മുന്നിൽ മാത്രമല്ല, അവന്റെ അടിമകളുടെ മുന്നിലും കൂടുതൽ താഴ്മയോടെ നിലകൊള്ളാൻ നാം പഠിക്കണം. അങ്ങനെ നമ്മൾ റമളാനിലേക്ക് കടക്കണം. എങ്ങനെ റമളാനിലേക്ക് എങ്ങനെ നെഞ്ചു വിരിച്ചിട്ടല്ല കീറേണ്ടത്, ഒരു അടിമയായിട്ട് കീറുക. നമുക്ക് അവിടെ ഗുണം കിട്ടണ്ടേ? നമ്മുടെ നോമ്പ് സ്വീകാര്യമാകണ്ടേ? തറാവീഹ് സ്വീകരിക്കപ്പെടണ്ടേ? ഖുർആൻ ഖത്തം തീർക്കുന്നത് ഫലിക്കണ്ടേ? ദാനധർമ്മങ്ങൾ നമുക്ക് കാര്യത്തിൽ അക്കൗണ്ടിൽ കയറണ്ടേ? കയറേണ്ട മാർഗം, ആദ്യത്തെ ഒന്നാമത്തെ മാർഗം വിനയാണ്. ഒരു മനുഷ്യന്റെ, ഒരു മുസ്ലിമിന്റെ സൽക്കർമ്മങ്ങൾ തള്ളപ്പെടുന്നു, അസ്വീകാര്യമായി പോകുന്നു, നിഷ്ഫലമായി പോകുന്നു എന്നതിൻ്റെ അടയാളം ദീന് പറഞ്ഞു. ഒരാളെ നിസ്കാരം സ്വീകരിക്കപ്പെടുന്നില്ല, നോമ്പ് റമദാനൊന്നും സ്വീകരിക്കപ്പെടുന്നില്ല എന്നതിൻ്റെ ഒരടയാളം എന്താണെന്നറിയോ? എന്തറിയോ? അൽ ഇഫ്തിഖാറു ബിൽ അമൽ, അൽ ഇഫ്തിഖാറു ബിൽ അമൽ വൽ ഇഅ്തിഖാദു ബി അന്നഹു മിന്നത്തും മിനശ് ശഖ്സി വലൈസ തൗഫീഖൻ മിനല്ലാഹ്. ഒരാളുടെ സൽക്കർമ്മം സ്വീകരിക്കപ്പെടുന്നില്ല എന്നതിൻ്റെ ഏറ്റവും വ്യക്തമായ അടയാളം അൽ ഇഫ്തിഖാറു ബിൽ അമലി, സൽക്കർമ്മം കൊണ്ട് പൊങ്ങച്ചം കാണിക്കലാണ്. ഞാനത് ചെയ്തു, ഇത് ചെയ്തു. സ്വന്തം പറയാൻ മടിയുണ്ടെങ്കിൽ അത് വാട്സപ്പിൽ അടിച്ചു വിട്ടു, അല്ലെങ്കിൽ ഒരാളെ കൊണ്ട് പറയിപ്പിച്ചു. ഉസ്താദെ അവിടെ പറയുമ്പോൾ ഒന്ന് മൊഞ്ചു കൂട്ടിയിട്ട് പറയണം. ഇങ്ങനെയൊക്കെ ഈ ഒരു കോലത്തിലൊക്കെ ഉള്ള ഇടപാടുണ്ടല്ലോ. അൽ ഇഫ്തിഖാറു ബിൽ അമൽ, സൽക്കർമ്മം കൊണ്ട് പൊങ്ങച്ചം പ്രകടിപ്പിക്കുക. വൽ ഇഅ്തിഖാദു ബി അന്നഹു മിന്നത്തും മിനശ് ശഖ്സി, ഒരു വ്യക്തിയുടെ മേന്മയാണതെന്ന് തെറ്റിദ്ധരിക്കുക. ഞാൻ ഇപ്പം ഇങ്ങനെ നിങ്ങളോട് വഴതു പറയുന്നു ഖുർആനും ഹദീസൊക്കെ വെച്ച്, ഇത് ശിഹാബുദ്ദീൻ എന്ന എൻ്റെ കേമത്തരവും മേന്മയാണെന്ന് ഞാൻ വിചാരിക്കുക. അതെന്താണ്? ഇതൊന്നും സ്വീകരിക്കപ്പെടുന്നില്ല എന്നുള്ളതിൻ്റെ അടയാളമാണ്. അല്ലാഹ് തിരിഞ്ഞു നോക്കൂല എന്നുള്ളതിൻ്റെ അടയാളമാണ്. നിങ്ങൾ ഹജ്ജിന് പോയി രണ്ടാമത്തെ തവണ, ഇതിൻ്റെ ഒരു യോഗ്യതയാണ്. നിങ്ങൾ കൂടുതൽ പിരിവെടുത്തു, അപ്പം എന്താ ഉള്ളില്? ഇത് എൻ്റെ ഒരു യോഗ്യതയാണ്. നിങ്ങൾ കൃത്യമായിട്ട് പള്ളിയിൽ വരുന്നുണ്ട്, ഇത് എൻ്റെ ഒരു യോഗ്യതയാണ്. വലൈസ തൗഫീഖൻ മിനല്ലാഹ്, അല്ലാഹ് വഴിയൊരുക്കി തന്നതാന്നുള്ള വെളിവില്ല, ബോധമല്ല. ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണ എന്തിൻ്റെ അടയാളാണ്? ആ അമൽ നിഷ്ഫലമായി പോകുന്നു, അക്കൗണ്ടിൽ കേറുന്നില്ല എന്നതിൻ്റെ അടയാളമാണെന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. പ്രിയപ്പെട്ടവരെ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ അവിടത്തോളം ഇബാദത്ത് ചെയ്ത ഒരാൾ ആരാ? കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അക്റമൻ നാസി വ അത്ഖാഹും, അക്റമൽ ഖൽഖി വ അത്ഖാഹും. അല്ലാഹുവിന്റെ തിരുദൂതരായിരുന്നു, പടപ്പുകളിൽ ഏറ്റവും ഉത്തമരാണ് അവിടുന്ന്. അഷ്റഫുൽ ഖൽഖാണ്, സൃഷ്ടികളിൽ ഉത്കൃഷ്ടരാണ് അവിടുന്ന്. വ അത്ഖാഹും, മനുഷ്യരിൽ ഏറ്റവും അധികം ഭക്തിയുള്ള തഖ്വയുള്ളവരാണ് തങ്ങള്. വ അക്സറഹും ബിശ്റൻ വ തബസ്സുമാ വ തവാളുആ, എന്നിട്ടും ജനങ്ങളിൽ ഏറ്റവും വിനയവും ഏറ്റവും പുഞ്ചിരിയും ഏറ്റവും നല്ല എളിമയും ഉള്ള ആളായിരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി. ഏറ്റവും ഇബാദത്തുള്ള ആള്, ഏറ്റവും തഖ്വയുള്ള ആള്, സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതരായ ആള്, എന്നിട്ട് ജനങ്ങളിൽ ഏറ്റവും താഴ്മയും വിനയവും, മുഖത്തെപ്പോഴും പുഞ്ചിരി. ബിശ്റൻ വ തബസ്സുമ, സന്തോഷം, പുഞ്ചിരി. മറ്റുള്ളവരെ കാണുമ്പോൾ ഞാനൊരു മഹാനാണെന്നുള്ള കൂർപ്പിച്ച മുഖമല്ല, പുഞ്ചിരിയോടെ.
നീണ്ട ഖിയാമുൽ ലൈൽ കാരണം അവിടത്തെ കാൽപാദങ്ങളിൽ നീര് വന്ന് വീർത്ത ചരിത്രം ഹദീസിലുണ്ടല്ലോ. നന്ദിയുള്ള അടിമയാകാനുള്ള ത്വര താല്പര്യം കൊണ്ടായിരുന്നല്ലോ അത്. അവിടത്തെ സർവപാപങ്ങളും അള്ളാഹു മുൻകൂറായി പുറത്തു കൊടുത്തിട്ടുണ്ടല്ലോ. അവിടത്തേക്ക് ഏറ്റവും ഇഷ്ടം അവിടത്തെ വിളിക്കുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹ്, അബ്ദുഹു വറസൂലുഹു, അബ്ദുല്ലാഹി വറസൂലുഹു. അള്ളാന്റെ അടിമ, ദൂതൻ എന്ന് വിളിക്കണതാ ഇഷ്ടം. മുഹമ്മദ് ബിൻ അബ്ദുള്ള എന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തും, ബാപ്പാന്റെ പേരും വെച്ചിട്ട്. ഇങ്ങനത്തെ താഴ്മ, ഇതാണ് റസൂലിന്റെ അവസ്ഥയെങ്കിൽ സ്വഹാബാക്കൾ എങ്ങനെയായിരുന്നു? അവരെ താഴ്മ എങ്ങനെയായിരുന്നു? സ്വഹാബാക്കളിൽ കേമനാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, സ്വാഹിബു നഅലി റസൂലില്ലാ, അള്ളാന്റെ റസൂലിന്റെ ചെരുപ്പ് എടുത്ത സ്വഹാബി. യാത്രയിലൊക്കെ നബി തങ്ങൾ ചെരുപ്പ് ഊരിയ അപ്പം അത് കയ്യിലെടുത്തിട്ട് പിന്നെ തങ്ങൾക്ക് ചെരുപ്പ് ഇടണമെന്നുണ്ടെങ്കിൽ വെച്ചു കൊടുക്കും. വൽ വിസാദ, തലയണ, യാത്രയിൽ ഉപയോഗിക്കുന്ന സാധനമൊക്കെ കയ്യിലേന്തി കൂടെ നടന്ന പരിചാരകനായ സ്വഹാബി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. മാത്രല്ല ആ സ്വഹാബി ആരാന്നറിയോ? അവ്വലു മൻ ജഹറ ബിൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ ആദ്യം പരസ്യമായി മക്കയിൽ ഓതിയ സ്വഹാബി. പ്രബോധനം രഹസ്യമായി നടക്കുന്ന കാലം. അള്ളാന്റെ നിർദ്ദേശം ആദ്യം തന്നെ നാട്ടുകാരോട് ഇത് ഇപ്പം തന്നെ വിളമ്പണ്ട, സ്വകാര്യമായിട്ട് മതി, അടുത്ത കുടുംബത്തിൽ മതി എന്ന് പറഞ്ഞ ഒരു കാലം. പയ്യെ പയ്യെ അത് പരസ്യപ്പെടുത്താനുള്ള ആഹ്വാനം വന്ന ഘട്ടത്തിൽ സ്വഹാബാക്കൾ മക്കയിൽ ഒരുമിച്ചിരിക്കെ അവർ തമ്മിൽ പറഞ്ഞു, ഈ പരിശുദ്ധ ഖുർആൻ ഖുറൈശി കൂട്ടം കേട്ടിട്ടില്ലല്ലോ, നമ്മുടെ ഓപ്പോസിറ്റ് കക്ഷികൾ ഇത് കേട്ടിട്ടില്ലല്ലോ ഇതുവരെ, ഇതൊന്ന് ഓതി കേൾപ്പിക്കണല്ലോ അവരെ. ആരാണ് ഓതി കേൾപ്പിക്കുക? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ റെഡിയാണ്. അപ്പൊ മറ്റുള്ളവർ പറഞ്ഞു, നിങ്ങൾ ആ പണിക്ക് പോണ്ട, ഖുറൈശികളുമായി രക്തബന്ധം കെട്ടുബന്ധമുള്ള ഒരാളെ, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ ചുമതലപ്പെടുത്താം. അപ്പൊ ചിലപ്പോൾ ആ രക്തബന്ധത്തിന്റെ അതുപോലെ കെട്ടുബന്ധത്തിന്റെ ആനുകൂല്യത്തിൽ ചിലപ്പോൾ അടി കൊള്ളാതെ കഴിച്ചിലാകാം. നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെ ഒരാൾ പോയിട്ട് ഓതിക്കോട്ടെ, ഇയാൾ പോണ്ടാർ. അപ്പോഴും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാന്റെ കാവലിൽ എനിക്ക് പ്രതീക്ഷ ഉണ്ട്, ഞാൻ പോകാം, ബന്ധല്ലെങ്കിലും ഞാൻ പോകാം. അങ്ങനെ ഒരു ദിവസം ളുഹാ സമയം, സൂര്യൻ ഉദിച്ച് വെയിൽ പരന്ന സമയം, വിശുദ്ധ കഅബാലയത്തിന്റെ ചാരത്തേക്ക് നടന്നുപോയി മഖാം ഇബ്രാഹിമിന്റെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ മത്താഫിലൊക്കെ ഖുറൈശി കൂട്ടക്കാരുണ്ട്, ശത്രുക്കളുണ്ട് അവിടെ. അവിടുന്ന് ഓത്തു തുടങ്ങി. എന്താ ഓതിയത്? സൂറത്തുർ റഹ്മാൻ. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. ഓത്തങ്ങട്ട് തുടങ്ങിയപ്പോൾ അവര് എന്താ ഈ ചങ്ങാതി ഉരുവിടുന്നത്? അവരതുവരെ കേട്ടിട്ടില്ല. അവരപ്പ തന്നെ പറഞ്ഞു, ഇത് മുഹമ്മദിൽ നിന്ന് കിട്ടിയ സന്ദേശമാണ്, അവനെ വിടാൻ പാടില്ല. ഫഖാമു ഇലൈഹി ഫജഅലു യദ്രിബൂന ഫീ വജ്ഹിഹി. അവർ ഓടി വന്നുകൊണ്ട് മഹാനായ ഇബ്നു മസ്ഊദ് തങ്ങളുടെ മുഖത്ത് നോക്കി അടിക്കാൻ തുടങ്ങി. ഓത്ത് നിർത്തിയില്ല, ഓത്ത് തുടർന്നു. അടി പ്രഹരം ഇങ്ങനെ ഏറ്റു, ഓത്ത് തുടർന്നു. അവർ കുറെ നേരം അടിച്ചിട്ട് അവർ പോയി. മഹാനവർകൾ ഓത്ത് എവിടം വരെ എത്തിക്കണം എന്ന് ഉദ്ദേശിച്ച് അതുവരെ ഓതി നിർത്തിയിട്ട് തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരായ സ്വഹാബികളുടെ ഇടയിലേക്ക് ചെന്നപ്പോൾ തക്കാളി പോലെ മുഖം ചോന്നിട്ടുണ്ട്, മുഖത്ത് പാടുകളുണ്ട്. അവർ പറഞ്ഞു, ഇബ്നു മസ്ഊദേ, അപ്പോഴേ പറഞ്ഞതല്ലേ പോണ്ടാന്ന്. അള്ളാന്റെ വചനങ്ങൾ പാരായണം ചെയ്തതിൻ്റെ പേരിൽ വന്ന ഈ അടി ഇതെനിക്ക് സന്തോഷമാണെന്ന് പറഞ്ഞ ഇബ്നു മസ്ഊദ് അള്ളാഹുവിൻ്റെ റസൂലിനെ ജീവിതത്തിൽ ധാരാളം സേവനം ചെയ്ത പ്രസിദ്ധ സ്വഹാബി വര്യൻ വഫാത്തിൻ്റെ ഘട്ടത്തിൽ കരയുകയാണ്. എന്തിനാ കരയുന്നത്? കെട്ടിയോളെ ഓർത്തിട്ടല്ല, കുട്ടിയാളെ ചിന്തിച്ചിട്ടല്ല. മാ ഫഅൽതു ഖൈറാ, അല്ലാഹുവേ എനിക്ക് ഒത്തിരി നന്മയൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നിട്ട് പറഞ്ഞിട്ട് കരയാണ്. അവരെ വിനയം നോക്കണം. പടച്ചോനെ, എനിക്ക് നീ ഇഷ്ടപ്പെട്ടത് മതി വരുവോളം ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നും പറഞ്ഞിട്ട് ഇബ്നു മസ്ഊദ് എന്നവര് കരയാൻ. സ്വഹാബികൾ നോക്ക്, നിങ്ങൾ ഈ താബികളെ നോക്ക്. സയ്യിദു താബിഈൻ ഹസൻ ബസരി തങ്ങള് ഓരോ ദിവസവും രാത്രി കരയുന്നത് ഒരു കാര്യത്തിലാണ്. അല്യൗം, ഈ ദിവസത്തെ പകലിൽ, ഈ ദിവസം അവസാനിച്ച് ഞാൻ വിരിപ്പിലേക്ക് ഉറങ്ങാൻ പോവുകയാണ്. പടച്ചോനെ, നീ എനിക്ക് ചെയ്ത നിഅമത്തിന് പകരം ഒരു നന്ദി എന്ന നിലയ്ക്ക് പകരം നന്മ ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടില്ലല്ലോ എന്നും പറഞ്ഞ് കരഞ്ഞു.
ഔലിയാക്കളിലെ അധ്യക്ഷൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി, ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഔലിയാക്കളിലെ സുൽത്താനാണ്. അവിടുന്ന് എന്താ പറഞ്ഞത്? യളുന്നുന്നാസു ബി ഖൈറൻ വ ഇന്നി അശറുന്നാസി ഇല്ലം തഅഫു അന്നി. പടച്ചോനെ, ഞാൻ ഒരുപാട് കുറ്റം ചെയ്തിട്ടുണ്ട്. എന്റെ കുറ്റത്തെക്കുറിച്ച് ഞാൻ ഓർത്താൽ എന്റെ കൈ ഞാൻ കടിച്ചു പൊളിക്കും അല്ലാ. അതോടൊപ്പം യളുന്നുന്നാസു ബി ഖൈറൻ, ഈ നാട്ടുകാർക്കൊക്കെ എന്നെ കുറിച്ച് നല്ല ധാരണയാണ്, നല്ല വിചാരമാണ്, ഔലിയാപ്പാപ്പ എന്നുള്ള ചിന്തയാണ് അവർക്ക്. പടച്ചവനെ, നിന്റെ മാപ്പില്ലെങ്കിൽ, നിന്റെ ഭാഗത്ത് നിന്നുള്ള പൊറുക്കലില്ലെങ്കിൽ ഈ കൂട്ടത്തിൽ ഏറ്റവും നിന്യൻ അശർ ഞാനായിരിക്കും അല്ലാ എന്ന്. ഇവരെന്തോ കുറെ ആറാമ്പറപ്പ് ചെയ്ത് കൂട്ടിയതുകൊണ്ടാണോ ഈ പറയുന്നേ? അല്ല, ജീവിതം മുഴുവൻ ഇബാദത്താക്കിയിട്ടും പടച്ചവന്റെ മുന്നിലുള്ള, അവന്റെ അടിമകളുടെ മുന്നിലുള്ള ഈ താഴ്മ, ഈ തവാലു, അതുകൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത്. മുഅ്മിനീങ്ങളെ, വിശുദ്ധ മാസത്തിന്റെ എൻട്രൻസ് പാസ്സാകണ്ടേ? റമളാനിലേക്ക് എൻട്രൻസ് കിട്ടണ്ടേ? IAS-നും IPS-നൊക്കെ എൻട്രൻസ് എളുപ്പാ, IIT-ക്കും എൻട്രൻസ് എളുപ്പാ. ഈ എൻട്രൻസ് പാസ്സായാൽ ദുന്യാവും ആഖിറവും സലാമത്താകും അല്ലേ? റമളാൻ കിട്ടിയാൽ ഫുത്തിഹത്ത് അബുവാബുൽ ജന്ന, സ്വർഗീയ വാതില്, ഒരു വാതിലല്ല, സ്വർഗത്തിന്റെ എല്ലാ വാതിലും തുറക്കും നമ്മളെ മുന്നിലേ. വഉല്ലിഖത്ത് അബുവാബുന്നാർ, നരകത്തിന്റെ എല്ലാ വാതിലും കൊട്ടി അടക്കും നമ്മുടെ മുമ്പാകെ. വസുഫിദത്തി ശയാത്തീൻ, നമ്മിൽ നിന്ന് പിശാചിനെ അള്ളാഹു പിടിച്ചു കെട്ടും. ഈ നേട്ടം കിട്ടുക ഇതിനുള്ള എൻട്രൻസ് ആണ്. അതുകൊണ്ട് ആ ഈഗോ ചിന്ത സമ്പൂർണമായി വെടിഞ്ഞ്, ഇനിയിപ്പോൾ അത് ഉള്ളുന്നാണ്ട് ഒഴിവാക്കാൻ വയ്യ. കാരണം ഇത് നമ്മൾ ഉണ്ടാക്കണമല്ലല്ലോ, ആണോ? നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സന്തോഷം, ദുഃഖം, അഭിമാനം, പൊങ്ങച്ചം, ഇതൊക്കെ നമ്മൾ സ്വിച്ച് ഇടുമ്പോൾ അങ്ങനെ വരുന്നതാ. നമ്മളിങ്ങനെ ചിന്തിക്കുക, ഞാൻ അവരെ ഇടയിൽ പോയിട്ടൊന്ന് ആളാകണം എന്ന് വീട്ടിൽ നിന്ന് ഉതെടുത്ത് നീയത്തെ ചിറങ്ങുക അല്ല. ഇത് ഉള്ളിന്ന് ഇങ്ങോട്ട് വരികയാണ്. ഇത് ഉള്ളിന്ന് വരുമ്പോൾ മിനിമം ഇത് റോങ്, ഇത് തെറ്റാണ് എന്നുള്ള അവിടെയെങ്കിലും മിനിമം എത്തണം. അത് പാസ് മാർക്കാം. ഒരു തെറ്റിനെ തെറ്റായി കാണുന്നതും അതിനെ ന്യായീകരിക്കുന്നതും, തെറ്റിനെ തെറ്റായി കണ്ടാൽ കുറ്റബോധം വരുമല്ലോ, പടച്ചവനോട് അപേക്ഷിക്കുമല്ലോ. അതുകൊണ്ട് ആ ചിന്തയിൽ നിന്ന് മുക്തമായി തവാലുവോടെ, വിനയത്തോടെ വിശുദ്ധ റമളാനിലേക്ക് നമുക്ക് കടന്നു ചെല്ലണം ഇൻഷാ അല്ലാഹ്. അഹങ്കാരം എന്ന വിഷയം പെരുന്നാൾ കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കി പാർട്ട് തുടർന്ന് നമുക്ക് സംസാരിക്കാം. ഇനി റമളാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് സംസാരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ മാസത്തെ സ്വീകരിക്കാനും അർഹിക്കുന്ന വിധത്തിൽ വരവേൽക്കാനും നമുക്കൊക്കെ അവസരവും ബോധവും തൗഫീഖും നൽകി അനുഗ്രഹിക്കട്ടെ.